എല്ലാ കൂട്ടുകാർക്കും റിയലിന്റെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് 9ാം ക്ലാസ്സിന്റെ ഫിസിക്സിനെ കുറിച്ച് സംസാരിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് സയൻസ് എന്നും എന്താണ് ഫിസിക്സ് എന്നും ഫിസിക്സ് പഠിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്നും ഒക്കെ ചർച്ച ചെയ്തിരുന്നു. ഇനി നമുക്ക് നമ്മുടെ ചാപ്റ്ററിലേക്ക് കടക്കാം. ഞാൻ അവിടെ പറഞ്ഞിരുന്നു നമ്മൾ ലെങ്ത് എന്ന് പറയുന്ന ഒരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയുമായി ബന്ധപ്പെട്ട ചാപ്റ്ററാണ് നമ്മൾ പഠിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഏത് ചാപ്റ്ററാണ് ഇന്ന് പഠിക്കാനായി പോകുന്നത്? ഇന്ന് നമുക്ക് ഫിസിക്സിന്റെ 1ാമത്തെ ചാപ്റ്ററായി പഠിക്കാൻ പോകുന്നത് മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. എന്നാൽ അത് നിങ്ങളുടെ ടെക്സ്റ്റിലെ 8ാമത്തെ ചാപ്റ്ററാണ്. നമ്മുടെ ടെക്സ്റ്റ് 3 സബ്ജക്റ്റുകളും കൂടി ഒരുമിച്ചാണ് കൊടുത്തിരിക്കുന്നത്. സയൻസ് എന്ന ഒറ്റ ടെക്സ്റ്റിലാണ് ഇത് വരുന്നത്. ഫിസിക്സും കെമിസ്ട്രിയും ബയോളജി അതിലെ 8ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പോകുന്നത്, പഠിക്കാനായി പോകുന്നത്. അത് നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പൊ നമ്മുടെ 8ാം ചാപ്റ്റർ പേരെന്താണ്? മോഷൻ. അപ്പോൾ നമ്മളൊരു ചാപ്റ്റർ ആരംഭിക്കുമ്പോൾ, ഒരു കാര്യം പഠിച്ചു തുടങ്ങുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ആ ചാപ്റ്ററിന്റെ ഹെഡിങ് എന്താണ് സൂചിപ്പിക്കുന്നത് എന്നാണ്. എന്താണ് ഹെഡിങ്? മോഷൻ എന്നാണ് ഹെഡിങ്. അപ്പോൾ എന്താണ് മോഷൻ? നമുക്കറിയാം എല്ലാ വസ്തുക്കളും എന്ത് ചെയ്യുന്നുണ്ട്? ചലിക്കുന്നുണ്ട്, അല്ലെ? എല്ലാ വസ്തുക്കളും ചലിക്കുന്നുണ്ട്. ഉദാഹരണമായി പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ കെട്ടിയിരിക്കുന്ന ആ വാച്ച്, അത് ഒരു അനലോഗ് വാച്ചാണെങ്കിൽ, സൂചിയുള്ള വാച്ചാണെങ്കിൽ ആ സൂചി ചലിക്കുന്നുണ്ട്. നമ്മുടെ ഭൂമി സ്വന്തമായി അതിന്റെ അച്ചുതണ്ടിൽ നിന്നുകൊണ്ട് കറങ്ങുന്നതിനോടൊപ്പം സൂര്യനെയും ചുറ്റുന്നുണ്ട്. അതും ഒരു ചലനമാണ്, അല്ലെ? കാറ്റടിക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാടുമുള്ള സസ്യങ്ങളൊക്കെ അനങ്ങാറുണ്ട്, അല്ലെ? അതുപോലെ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ അതും ഒരു മോഷനിലാണ്, അത് ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പലതരത്തിൽ ചലനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഭൂമിയിലെ ഏറ്റവും വേഗതയേറിയ മൃഗമായ ചീറ്റയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമല്ലോ. ചീറ്റ ഓടുന്നത് ഏതാണ്ട് 72 km/h. അപ്പോൾ എന്താണ് km/h? അതെന്താണെന്ന് നമുക്ക് ഈ ചാപ്റ്ററിൽ മനസ്സിലാക്കാം. അത് അതിന്റെ സ്പീഡാണ്. അതെന്താണെന്നുള്ള കാര്യം നമുക്ക് ഈ ചാപ്റ്ററിൽ വ്യക്തമായി മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് പറയേണ്ടത്. അപ്പോൾ നമുക്ക് എന്താണ് മോഷൻ എന്ന് നോക്കാം. നമുക്ക് മോഷൻ ഒരു ചെറിയ ഡെഫിനിഷൻ നൽകി നോക്കാം. അതിനുവേണ്ടി ഞാൻ എ എന്ന് പറയുന്ന ഒരു പോയിന്റും ബി എന്ന് പറയുന്ന ഒരു പോയിന്റും എടുക്കും. ഓക്കെ ആണ്. അപ്പോൾ എന്റെ കൈവശം ഇപ്പോൾ ഒരു ഏതെങ്കിലും ഒരു വസ്തു ഉണ്ട് എന്ന് വെക്കാം. എന്റെ കയ്യിൽ ഒരു പൂച്ചക്കുട്ടിയുണ്ട്. ആ പൂച്ചക്കുട്ടി എയിൽ കിടന്ന് ഉറങ്ങുകയാണ്. ആ പൂച്ചക്കുട്ടി എവിടെയാണ്? എയിൽ കിടന്ന് ഉറങ്ങുകയാണ്. അങ്ങനെ അവൻ കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ എന്തെങ്കിലും മോഷൻ ഉണ്ടോ? അവനെ മൊത്തത്തിൽ നോക്കണം, ശ്വസിക്കുന്നതെന്ന് നോക്കണ്ട. മൊത്തത്തിൽ നോക്കുമ്പോൾ മോഷൻ ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇല്ല, കണ്ടില്ല, മോഷൻ ഇല്ല. അവൻ ഉണർന്നതിന് ശേഷം ഇവിടെ ഒരു മീൻ കഷ്ണം ഇരിപ്പുണ്ട്. പൂച്ച എന്തായാലും മീൻ കഷ്ണം കണ്ട അങ്ങോട്ട് പോകും, അല്ലേ? അപ്പോൾ അവൻ ഇവിടുന്ന് മൂവ് ചെയ്ത്, അല്ലെങ്കിൽ ഇവിടുന്ന് മൂവ് ചെയ്ത് ഇങ്ങോട്ട് പോയി. അങ്ങനെയാണെങ്കിൽ അവനിപ്പോ എന്തുണ്ട്? മൂവ്മെന്റ് ഉണ്ട്, അഥവാ എന്തുണ്ട്? മോഷൻ ഉണ്ട്, അല്ലെ? അപ്പോൾ അവൻ ഈ പൊസിഷനിൽ നിന്ന് എങ്ങോട്ട് പോയി? അടുത്ത പൊസിഷനിലോട്ട് പോയി. അപ്പോഴാണ് അവൻ എന്തുണ്ടായത്? മോഷൻ ഉണ്ടായത്, അല്ലെ? അപ്പോൾ അവന് മോഷൻ സംഭവിച്ചു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം അതിനെ? ഇവിടെ ആ പൂച്ചയെ നമ്മൾ ഒരു ഒബ്ജക്റ്റ് ആയിട്ട് എടുക്കുക. എന്നായിട്ട് എടുക്കുക, ഒബ്ജക്റ്റ്. അപ്പോൾ അതിന് എന്ത് സംഭവിച്ചു? ആ ഒബ്ജക്റ്റിന് ഒരു പൊസിഷൻ ചേഞ്ച് ഉണ്ടായി. എന്തുണ്ടായി? പൊസിഷൻ ചേഞ്ച്. അങ്ങനെയാണെങ്കിൽ എന്ത് പറയാം നമുക്ക്? പൊസിഷൻ ചേഞ്ച് ഓഫ് ആൻ ഒബ്ജക്റ്റ്. പൊസിഷൻ ചേഞ്ച് ഓഫ് ആൻ ഒബ്ജക്റ്റ്. ഇനി ഇവൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ മാസ്, ലെങ്ത്, ടൈം, ഇതിലേത് സാധനമാണ് ചേഞ്ച് ചെയ്തത്? ടെമ്പറേച്ചർ, ഇലക്ട്രിക് കറണ്ട്, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, ലൂമിനസ് ഇന്റൻസിറ്റി എല്ലാം ഞാൻ എടുക്കുന്നു. ഇതിൽ ഏത് സാധനമാണ് അവന് ചേഞ്ച് ചെയ്തത്? ഇവിടെ നിങ്ങളുടെ പൂച്ചയുടെ മാസിന് വല്ല മാറ്റം സംഭവിക്കുമോ? ഇല്ല. ലെങ്തിന് വല്ല ചേഞ്ച് സംഭവിക്കുമോ? പൂച്ചയുടെ കാര്യം എടുക്കണം, നമ്മളെ കാര്യം എടുത്താൽ നമ്മൾ ഇവിടെ അങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ നമുക്ക് ലെങ്തിന് വല്ല ചേഞ്ച് സംഭവിക്കുമോ? ഇല്ല. ടൈമിന് എന്തെങ്കിലും ചേഞ്ച് സംഭവിച്ചോ? സംഭവിച്ചു. ടൈമിന് ചേഞ്ച് സംഭവിച്ചു, ശരിയല്ലേ? ഇവൻ ഇവിടെ നിന്ന് വന്നപ്പോഴത്തേക്ക് ഇവൻ ഇവിടുന്ന് ഇവിടെ വരെ എത്താൻ വേണ്ടി എങ്ങനെ പോയാലും കുറച്ച് സമയം എടുക്കും. ഒരു 10 സെക്കൻഡ് എടുത്തെന്ന് വെച്ചോ, അല്ലെങ്കിൽ ഒരു മിനിറ്റ് എടുത്തെന്ന് വെച്ചോ. അതായത് അവന് സമയം എടുക്കും. അപ്പൊ ടൈം മാറുന്നുണ്ട്. ഇനി നിങ്ങൾ ആലോചിക്കുന്ന ടെമ്പറേച്ചർ മാറോ? ഇല്ല. കറണ്ട് എന്ന് പറയുന്ന സാധനമേ അവിടെ ഇല്ല, പിന്നെ അതങ്ങനെ മാറും? എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് മാറില്ല, ലൈറ്റിന്റെ ഇന്റൻസിറ്റി മാറില്ല. അപ്പോൾ ആകെ മാറുന്നത് ആര് മാത്രമാണ്? ടൈം മാത്രമാണ്, അല്ലെ? അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം പൊസിഷൻ ചേഞ്ച്
വിത്ത് റെസ്പെക്ട് ടു ടൈം. പൊസിഷൻ ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ടൈം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, പൊസിഷൻ ചേഞ്ച് ഓഫ് ആൻ ഒബ്ജക്റ്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം ഈസ് കാൾഡ് മോഷൻ എന്ന് നമുക്ക് അങ്ങനെ പറഞ്ഞു വെക്കാനായി സാധിക്കില്ല. കാരണം ഒരു സാധനത്തിനെ കൂടെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഓക്കെ, ഒരു സാധനത്തിനെ കൂടെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതിനുവേണ്ടി ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങളിപ്പോൾ ടൈറ്റാനിക് എന്ന് പറയുന്ന ഫിലിമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? അല്ലെങ്കിൽ അത് ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറയുന്നതാണ്. അപ്പോൾ അതൊരു വലിയ കപ്പലിന്റെ ഉൾഭാഗമാണ് കാണിക്കുന്നത്. അപ്പൊ നമ്മൾ ആ കപ്പലിന്റെ ഉൾഭാഗത്ത് നിന്ന് നിൽക്കുകയാണെന്ന് നോക്കുക. ആ കപ്പൽ എന്തായാലും ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ കപ്പലിന്റെ അകത്ത് നിൽക്കുമ്പോൾ ഈ കപ്പൽ ചലിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. നമ്മൾ ആ സിനിമ കണ്ടാൽ മനസ്സിലാവും, അല്ലെങ്കിൽ ഇതൊരു ഫാക്റ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഒരു വലിയ കപ്പലിന്റെ ഉൾഭാഗത്ത് നിൽക്കുമ്പോൾ ആ കപ്പൽ മൂവ് ചെയ്യുന്നതായി നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, ഫീൽ ചെയ്യില്ല. അതിന് കാരണം അതൊരു ഉദാഹരണം ഉണ്ട്. ഏറ്റവും നല്ല ഉദാഹരണം ഇതാണ്. നമ്മുടെ ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുക, റൊട്ടേഷൻ അല്ലെ, റൊട്ടേഷൻ ഓഫ് എർത്ത്. ഇത് കറങ്ങുന്ന സ്പീഡ് എന്ന് പറയുന്നത് ഏകദേശം 1000 മൈൽസ് പെർ അവർ ആണ്. 1000 മൈൽസ് പെർ അവർ ഏകദേശം 1100 അല്ലെങ്കിൽ 1300 കിലോമീറ്റർ പെർ അവർ. 1000 മൈൽസ് പെർ അവർ എന്ന് പറഞ്ഞാൽ നല്ല വേഗതയാണ്. അത് ഉദാഹരണമായി പറഞ്ഞാൽ നിങ്ങളിപ്പോൾ വണ്ടിക്കകത്ത് കയറിയിരുന്ന് ഒരു 60 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ പോകുമ്പോൾ തന്നെ നല്ല സ്പീഡ് നമ്മൾ സൂപ്പർ ഫാസ്റ്റിലേക്ക് കയറിയിട്ടില്ലേ, അത് മാക്സിമം പോകുന്ന ഒരു 70 കിലോമീറ്റർ പെർ അവറാണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, 1000 മൈൽസ് പെർ അവർ, കിലോമീറ്ററിനേക്കാൾ വലിയ യൂണിറ്റ് ആണ് മൈൽ എന്ന് പറയുന്നത്. 1000 മൈൽസ് പെർ അവർ, ഇത്രയും വേഗതയിൽ അവൻ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് നമുക്ക് ഈ റൊട്ടേഷൻ ഫീൽ ചെയ്യാത്തത്? എന്തുകൊണ്ടാണ് ഈ റൊട്ടേഷൻ നമുക്ക് അനുഭവപ്പെടാത്തത്? അതിന് കാരണം നമുക്ക് ഈ സ്പീഡ് മനസ്സിലാകണമെങ്കിൽ നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് എന്തെങ്കിലും ഒരു സാധനം വേണം. ഓക്കെ, നമ്മുടെ അടുത്ത് കമ്പയർ ചെയ്യാനായിട്ട് എന്തെങ്കിലും സാധനം വേണം. ഉദാഹരണമായി പറഞ്ഞാൽ, ഞാൻ ഈ ബോർഡിൽ ഇവിടെ നിന്ന് പൂച്ച ഇങ്ങോട്ട് പോയെന്ന് കാണിച്ചത്, ഇത് ഈ പൂച്ച ഇവിടെ ഇങ്ങോട്ട് മൂവ് ചെയ്തത് അതിന്റെ സറൗണ്ടിങ്സിനെ വെച്ചിട്ടാണ് അല്ലെ, സറൗണ്ടിങ്സിനെ വെച്ചിട്ടാണ് മൂവ് ചെയ്തെന്ന് പറഞ്ഞത്. ഇപ്പൊ നിങ്ങൾ ബസ്സിലിരിക്കുമ്പോഴും ബസ് ഇരുന്ന് യാത്ര ചെയ്യുമ്പോഴും നിങ്ങൾ യാത്ര ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് സ്പീഡ് കൂടുതലായിട്ട് അനുഭവപ്പെടുന്ന പുറത്തോട്ട് നോക്കുമ്പോഴാണ്. ബസ്സിനകത്തോട്ട് മാത്രം നോക്കിയിരുന്നാൽ നമുക്ക് അത്ര സ്പീഡ് തോന്നത്തില്ല. പക്ഷെ വെളിയിലോട്ട് നോക്കുമ്പോൾ വളരെ വേഗത്തിൽ ചലിക്കുന്നത്, വളരെ വേഗത്തിൽ ഇത് റിലേറ്റ് ചെയ്ത് പറയുന്നത് കൊണ്ടാണ് നമുക്ക് അത്രയും സ്പീഡ് അനുഭവപ്പെടുന്നത്. ശരിയല്ലേ? എർത്തിന്റെ സ്പീഡ് നമുക്ക് കൃത്യമായി അറിയാത്തൊരു സാധനം നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് വേറെ വസ്തുക്കളൊന്നും മുകളിലില്ല. ഇപ്പൊ ഉദാഹരണത്തിന് പറഞ്ഞാൽ മുകളിൽ എന്തെങ്കിലും ഒരു വസ്തു കമ്പയർ ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നു വെക്കുക, അങ്ങനെയാണ് നമുക്ക് ഈ എർത്തിന്റെ സ്പീഡ് നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ സാധിച്ചത്. പക്ഷെ കമ്പയർ ചെയ്യാനായിട്ട് അങ്ങനെ ഒരു സാധനമില്ല. ബസ്സിനകത്തിരിക്കുമ്പോഴോ വെളിയിലോട്ട് നോക്കുമ്പോൾ നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് ഒബ്ജക്റ്റ് ഉണ്ട്. ഒബ്ജക്റ്റ് വളരെ പെട്ടെന്ന് പുറകിലോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മൾ നല്ല സ്പീഡിനാണ്. എന്നാൽ ഷട്ടറൊക്കെ അടച്ചിട്ടിട്ട് നമ്മൾ ബസ്സിനകത്തിരുന്നാൽ നമുക്ക് അത്രയും സ്പീഡ് അനുഭവപ്പെടും. അതായത് നമ്മുടെ മോഷൻ പറയണമെങ്കിൽ കമ്പയർ ചെയ്യാനായിട്ട് എന്തെങ്കിലും ഒരു സാധനം ഉണ്ടായിരിക്കണം. അതിനെ നമുക്ക് റെഫറൻസ് പോയിന്റ് എന്ന് വിളിക്കാം. എന്താ വിളിക്കുന്നത്? റെഫറൻസ് പോയിന്റ്. ആ റെഫറൻസ് പോയിന്റിനെ അല്പം കൂടി സയന്റിഫിക് ആയി പറഞ്ഞാൽ അതിനെ നമ്മൾ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് വിളിക്കും. എന്താ വിളിക്കുന്നത്? ഫ്രെയിം ഓഫ് റെഫറൻസ്. അപ്പോ നമുക്ക് മോഷൻ പറയണമെങ്കിൽ, പൊസിഷൻ ചേഞ്ച് പറയണമെങ്കിൽ വിത്ത് റെസ്പെക്ട് ടൈം, അതോടൊപ്പം തന്നെ ഒരു എന്തും വേണം, റെഫറൻസ് പോയിന്റ് കൂടി വേണം. റെഫറൻസ് പോയിന്റ്. ഈ റെഫറൻസ് പോയിന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് വിളിക്കുന്നത്. എന്താ വിളിക്കുന്നത്? ഫ്രെയിം ഓഫ് റെഫറൻസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ മോഷന്റെ ഡെഫിനിഷൻ ഒന്ന് മോഡിഫൈ ചെയ്താലോ? എങ്ങനെ മോഡിഫൈ ചെയ്യാം? മോഷൻ, പൊസിഷൻ ചേഞ്ച് ഓഫ് ആൻ ഒബ്ജക്റ്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം, വിത്ത് റെസ്പെക്ട് ടു റെഫറൻസ് പോയിന്റ്, അല്ലെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു ഫ്രെയിം ഓഫ് റെഫറൻസ് ഈസ് കാൾഡ് മോഷൻ. അതായത് മോഷനെ പറയണമെങ്കിൽ നമുക്ക് എന്തുകൂടി വേണം? കമ്പയർ ചെയ്യാനായി, റെഫർ ചെയ്യാനായി ഒരു പോയിന്റ് കൂടി വേണം. അതിനെയാണ് നമ്മൾ എന്താ വിളിക്കുന്നത്? ഫ്രെയിം ഓഫ് റെഫറൻസ് അഥവാ റെഫറൻസ് പോയിന്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതാണ് മോഷന്റെ ഡെഫിനിഷൻ. എന്താണ് മോഷന്റെ ഡെഫിനിഷൻ? പൊസിഷൻ ചേഞ്ച് ഓഫ് ആൻ ഒബ്ജക്റ്റ്. അത് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. വിത്ത് റെസ്പെക്ട് ടു ടൈം, ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നു. അതുപോലെ വിത്ത് റെസ്പെക്ട് ടു എ റെഫറൻസ് പോയിന്റ് ഓർ പോയിന്റ് ഓഫ് റെഫറൻസ് ഈസ് കാൾഡ് മോഷൻ. അപ്പോൾ ഇതാണെന്ത്? മോഷൻ എന്നറിയപ്പെടുന്ന ഫിനോമിന. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മോഷൻ എന്താണെന്ന് മനസ്സിലായി. ഇനി പൊസിഷൻ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പൊസിഷൻ ചേഞ്ചിനെ മെഷർ ചെയ്യണം. ശരിയല്ലേ? നമ്മൾ ഫിസിക്സിൽ എന്താണ് നമ്മൾ പഠിക്കുന്നത്? നമ്മൾ ഫിസിക്സിൽ പഠിക്കുന്നത് മെഷറബിൾ ആയിട്ടുള്ള ക്വാണ്ടിറ്റീസിനെ കുറിച്ചാണ്. അപ്പൊ നമുക്ക് ഈ പൊസിഷൻ ചേഞ്ചിനെ എന്ത് ചെയ്യണം? മെഷർ ചെയ്യണം.
ഇവിടെ പൊസിഷൻ ചേഞ്ച് രണ്ട് രീതിയിൽ സംഭവിക്കാം. ഒന്നാമത്തത് ഈ പോയിന്റിൽ നിന്ന് നേരെ ഇങ്ങോട്ട് സംഭവിക്കും, ശരിയല്ലേ? രണ്ടാമത്തത് ഈ പോയിന്റിൽ നിന്ന് ഇതിലേക്കൂടെയൊക്കെ മൂവ് ചെയ്ത് ഇവിടെ വരാം. രണ്ട് ടൈപ്പ് മോഷൻസ് ഉണ്ട്. ഇവിടെ ഏത് ടൈപ്പ് മോഷൻ എടുത്താലും നമ്മൾ ഇതിന്റെ ഇടയിലുള്ള എന്താ അളക്കുന്നത്? ലെങ്ത് ആണ് അളക്കുന്നത്, ശരിയല്ലേ? എയ്ക്കും ബിക്കും ഇടയിലുള്ള എന്താണ് നമ്മൾ അളക്കുന്നത്? ലെങ്ത് ആണ് അളക്കുന്നത്. ഇവിടെ രണ്ട് തരത്തിലുള്ള ലെങ്തുകൾ നമുക്ക് മെഷർ ചെയ്യാം. ഒന്ന് എയ്ക്കും ബിക്കും ഇടയിലുള്ള സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് അഥവാ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. എയ്ക്കും ബിക്കും ഇടയിലുള്ള സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് അഥവാ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്, അതിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് ഡിസ്പ്ലേസ്മെന്റ് എന്ന് വിളിക്കും. എന്താ വിളിക്കുന്നത്? ഡിസ്പ്ലേസ്മെന്റ്. അതേസമയം അടുത്തത് കണ്ടെത്തണമെങ്കിലോ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കണ്ടെത്താൻ വേണ്ടി എയ്ക്കും ബിക്കും ഇടയിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് നമുക്ക് നേരെ എടുത്താൽ അവിടെ എ ബി എന്ന് പറഞ്ഞ പോയിന്റ് മാത്രം മതി നമുക്ക് അത് മെഷർ ചെയ്യാൻ വേണ്ടി, അല്ലേ? അതേസമയം ഈ പാത്തിൽ കൂടെയാണ് പോയതെങ്കിലോ നമ്മൾ ഈ പൂച്ച ഇവിടുന്ന് ട്രാവൽ ചെയ്ത് പോയതിന്റെ പുറകെ നമ്മൾ പോകണം, ശരിയല്ലേ? ഇതിന്റെ പുറകെ നമ്മൾ ട്രാവൽ ചെയ്ത് ഒരു ടേപ്പും കൊണ്ട് ഇങ്ങനെ നമ്മൾ പോകണം. അഥവാ പാത്ത് ട്രാവൽഡ് ബൈ ആൻ ഒബ്ജക്റ്റ് ഈസ് കാൾഡ് ഡിസ്റ്റൻസ്. അതിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? ഡിസ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോ ഡിസ്പ്ലേസ്മെന്റും ഉണ്ട്, അതോടൊപ്പം എന്തുകൊണ്ട്? ഡിസ്റ്റൻസും ഉണ്ട്. അപ്പൊ ഇത് രണ്ടുമാണ് നമുക്ക് ഇതിനിടയിലുള്ള മെഷർമെന്റുകൾ. മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പൊ ഡിസ്പ്ലേസ്മെന്റുമായി ഡിസ്റ്റൻസുമായി. ഇനി എന്താണ് തമ്മിലുള്ള വ്യത്യാസം? ഇത് തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത്, ഇവിടെ നോക്കിയേ നിങ്ങൾ, എയിൽ നിന്ന് ബിയിലേക്ക് ഒരു ബോഡി ട്രാവൽ ചെയ്യും, അത് ഡിസ്പ്ലേസ്മെന്റ് ആണ്. അവിടെ നമുക്ക് ഇതില് ഏത് പോയിന്റ് എടുത്താലും നമുക്ക് വ്യക്തമായ ഒരു ഡയറക്ഷൻ പറയാനായി സാധിക്കും, ശരിയല്ലേ? ഇവൻ എങ്ങോട്ടാ പോകുന്നത്? എയിൽ നിന്ന് ബിയിലോട്ടാണ്. ഇവിടെ നോക്കിയാൽ എ ബിയിലോട്ട് തന്നെ, ഇവിടെ നോക്കിയാൽ എ ബിയിലോട്ട് തന്നെ, ഇവിടെ നോക്കിയാൽ ഇങ്ങനെ, ഇവിടെ നോക്കിയാൽ ഇങ്ങനെ. ഓക്കെ, എല്ലാം അഥവാ ഇവിടെ എന്തുണ്ട്? അതിനെ ഡയറക്ഷൻ ഉണ്ട്. ഇതുണ്ട്, ഡയറക്ഷൻ ഉണ്ട്. ഇങ്ങനെ ഡയറക്ഷൻ ഉള്ള ക്വാണ്ടിറ്റീസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വെക്റ്റർ ക്വാണ്ടിറ്റി. എന്താ വിളിക്കുന്നത്? വെക്റ്റർ ക്വാണ്ടിറ്റി. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എന്ത് ക്വാണ്ടിറ്റി ആണ്? വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. അഥവാ അവൻ എന്തുണ്ട്? ഡയറക്ഷൻ ഉണ്ട്, അല്ലേ? അപ്പോൾ എയിൽ നിന്ന് ബിയിലേക്ക് പോകുന്നവന് എല്ലാ പോയിന്റിലും അവൻ എയിൽ നിന്ന് ബിയിലോട്ട് തന്നെയാണ് പോകുന്നത്. അതേസമയം നിങ്ങൾ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുമ്പോൾ നോക്കിയാൽ അവൻ ആദ്യം മൂവ് ചെയ്ത് ഇങ്ങോട്ടാണ്, പിന്നെ നിങ്ങൾ മൂവ് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് അവൻ ഇങ്ങോട്ട് പോകും, പിന്നെ നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾ താഴോട്ട് പോകും, ഇങ്ങോട്ട് പോകും. അതായത് ഇവൻ കറക്റ്റായിട്ട് എന്തില്ല? ഡയറക്ഷൻ ഇല്ല. അവന് തോന്നിയെടുത്തോളം പോവുക. അങ്ങനെ അവിടെ വ്യക്തമായി എന്തില്ല? ഡയറക്ഷൻ ഇല്ല. അങ്ങനെ ഡയറക്ഷൻ ഇല്ലാത്ത ക്വാണ്ടിറ്റീസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്കേലാർ ക്വാണ്ടിറ്റി. എന്താ വിളിക്കുന്നത്? സ്കേലാർ ക്വാണ്ടിറ്റി. അപ്പോ ഡയറക്ഷൻ ഉള്ള ക്വാണ്ടിറ്റിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? വെക്റ്റർ ക്വാണ്ടിറ്റി. ഡയറക്ഷൻ ഇല്ലാത്ത ക്വാണ്ടിറ്റിയെ വിളിക്കുന്ന പേരാണ് എന്താ? സ്കേലാർ ക്വാണ്ടിറ്റി. നമ്മൾ പഠിച്ച ഡിസ്റ്റൻസ് എന്ത് ക്വാണ്ടിറ്റിയാണ്? അതൊരു സ്കേലാർ ക്വാണ്ടിറ്റി. ഓക്കെ, അപ്പോൾ വെക്റ്റർ ക്വാണ്ടിറ്റി, സ്കേലാർ ക്വാണ്ടിറ്റി, ഇതാണ് നമ്മുടെ വെക്റ്റർ ക്വാണ്ടിറ്റി, സ്കേലാർ ക്വാണ്ടിറ്റി. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനെ കുറിച്ച് അല്പം കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. നോക്കിക്കോ, ഡിസ്റ്റൻസ്. ഞാൻ ആദ്യം ഡിസ്റ്റൻസ് പറയാം. ഡിസ്റ്റൻസ് എന്തായിരുന്നു? പാത്ത് ട്രാവൽഡ് ബൈ ആൻ ഒബ്ജക്റ്റ്. പാത്ത് ട്രാവൽഡ് ബൈ ആൻ ഒബ്ജക്റ്റ്. ഓക്കെ, ഇത് നമ്മളിവിടെ അളക്കുകയാണെങ്കിൽ നിങ്ങൾ ഉദാഹരണത്തിന് ഞാൻ എന്റെ പുറകെ അളന്നു കഴിഞ്ഞാൽ ഇവൻ എന്തായാലും ഒരു യൂണിറ്റ് ഉണ്ടാവുമല്ലോ, അല്ലെ? എന്റെ യൂണിറ്റ് എന്താണ്? ഇതിന്റെ യൂണിറ്റ് എന്താണ്? യൂണിറ്റ് മീറ്റർ ആണ്. യൂണിറ്റ് എന്താണ്? മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവൻ എന്ത് ക്വാണ്ടിറ്റി ആണ്? ഇവൻ വെക്റ്റർ ക്വാണ്ടിറ്റി ആണോ സ്കേലാർ ക്വാണ്ടിറ്റി ആണോ? അതെ, ഇവനൊരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. വെക്റ്റർ ക്വാണ്ടിറ്റി. വെക്റ്റർ ക്വാണ്ടിറ്റി. ഇനി അടുത്തത് ഡിസ്റ്റൻസ് ആയി. ഇനി എന്താ നമുക്ക് വേണ്ടത്? ഡിസ്പ്ലേസ്മെന്റ്, അല്ലെ? ഇപ്പൊ ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് ഇതാണെന്ന് എഴുതി നോക്കാം. നോക്കിയോ, നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് ഏതാണെന്ന് എഴുതി നോക്കാം. ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഷോർട്ടസ്റ്റ് ഓർ സ്ട്രെയിറ്റ് ലൈൻ, അല്ലെ? ഇറ്റ് ഈസ് ദ ഷോർട്ടസ്റ്റ് ഓർ സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പോയിന്റ്സ് അല്ലെങ്കിൽ ടു പൊസിഷൻസ്. നമുക്ക് ടു പൊസിഷൻസ് എന്ന് പറയാം. ടു പൊസിഷൻസ്. ഓക്കെ, അപ്പോ ഇറ്റ് ഈസ് ദ ഷോർട്ടസ്റ്റ് ഓർ സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പൊസിഷൻസ്. രണ്ട് പൊസിഷൻസിന് ഇടയിലുള്ള, രണ്ട് പോയിന്റ്സിന് ഇടയിലുള്ള
ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടുള്ള ഡിസ്റ്റൻസിനുള്ള പേരാണ് എന്ത്? ഡിസ്പ്ലേസ്മെന്റ്. അങ്ങനെയാണെങ്കിൽ യൂണിറ്റ് എന്താണ്? നമ്മൾ അളക്കുന്നത് എന്താണ്? ലെങ്ത് ആണ് അല്ലേ? അങ്ങനെ അത് മീറ്റർ ആണ്. പക്ഷെ അത് എന്ത് ക്വാണ്ടിറ്റിയാണ്? ഞാൻ പറഞ്ഞിരുന്നു ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എല്ലാ സ്ഥലത്തും അവൻ ഡയറക്ഷൻ കാണിക്കുന്നതുകൊണ്ട് അവൻ എന്ത് ക്വാണ്ടിറ്റിയാണ്? അവൻ വെക്റ്റർ ക്വാണ്ടിറ്റി. എന്ത് ക്വാണ്ടിറ്റിയാണ്? വെക്റ്റർ ക്വാണ്ടിറ്റി. ഓക്കെ, അപ്പോ നമ്മള് ഡിസ്റ്റൻസിനെ കുറിച്ചും ഡിസ്പ്ലേസ്മെന്റിനെ കുറിച്ചും ഒക്കെ പറഞ്ഞു. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞു തരാം, നോക്കിയാണോ നിങ്ങള്. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ എടുക്കും. നിങ്ങൾ ഓട്ട മത്സരം കേട്ടിട്ടുണ്ടോ? ഓട്ട മത്സരം എന്താണ് ഈ ഓട്ട മത്സരം? അതെ, നമ്മള് 100 മീറ്ററും 400 മീറ്ററും 800 മീറ്റർ ഒക്കെ ഓട്ട മത്സരത്തില് നമ്മൾ ഓടുന്ന ട്രാക്ക് എന്ന് പറയുന്നത് ഒരു സർക്കുലർ ആയിട്ടുള്ള ട്രാക്കാണ്. കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഈ സർക്കുലർ ട്രാക്കിൽ കൂടെ ഒരാൾ ഓടുകയാണ്. ഓക്കെ, അതുപോലെ ഒരാള് ഒരു ട്രയാങ്കുലർ പാത്തിൽ കൂടെ ഓടുകയാണ്. അല്ലെങ്കിൽ ഒരാള് എയിൽ നിന്ന് ഓടി തുടങ്ങി ബിയിലെത്തി, ബിയിൽ നിന്ന് സിയിലെത്തി. ഞാൻ ഈ രണ്ട് കണ്ടീഷനിലെയും സർക്കുലർ പാത്ത് കറക്റ്റ് സർക്കിളാണ്. ഈ രണ്ട് കണ്ടീഷനിലെയും സർക്കിളാണ്, കറക്റ്റ് സർക്കിളാണ് സർക്കുലർ പാത്ത്. ഇതിന്റെ റേഡിയസ് 15 സെന്റിമീറ്റർ ആണ്. ഇവിടെ ആണെങ്കിൽ എക്ക് മീറ്റർ ഡിസ്റ്റൻസ് 10 സെന്റിമീറ്റർ, ഇവിടെ 15 സെന്റിമീറ്റർ. ഓക്കെ, ഞാൻ സെന്റിമീറ്റർ ചെറിയ യൂണിറ്റിൽ ഇട്ടാണ് മീറ്ററിൽ കൊടുക്കുന്നത്. മീറ്റർ. അപ്പൊ ഇത് രണ്ട് കണ്ടീഷൻ. ഒരാള് സർക്കുലർ പാത്തിൽ ഓടുന്നു, വേറൊരാള് എയിൽ നിന്ന് ബിയിലോട്ട് ഓടി, ബിയിൽ നിന്ന് സിയിലോട്ട് ഓടുന്നു. ശരി, നമുക്ക് രണ്ടിടത്ത് ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ നമുക്ക് ആദ്യം എന്ത് കണ്ടതാണ്? ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പാത്ത് ട്രാവൽഡ് ബൈ ആൻ ഒബ്ജക്റ്റ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ പാത്ത് അവൻ എവിടെ നിന്ന് വന്നു? ഇവിടുന്ന് ഇവിടെ വന്നു, ഇവിടെ തിരിച്ചു പോയി. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ അവന്റെ ടോട്ടൽ പാത്ത് ട്രാവൽഡ് എത്രയായിരിക്കും? ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു പാത്ത് ട്രാവൽഡ്. അങ്ങനെയാണെങ്കിൽ ഈസ് ഈക്വൽ ടു ടോട്ടൽ പാത്ത് എന്ന് പറയുന്നത് എ ബി, എയിൽ നിന്ന് ബി വരെയുള്ള ദൂരം പ്ലസ് ബിയിൽ നിന്ന് സി വരെയുള്ള ദൂരം. ദാറ്റ് ഈസ് ഈക്വൽ ടു 10 + 15 ഈസ് ഈക്വൽ ടു 25 സെന്റിമീറ്റർ ആണ് അവന്റെ ഡിസ്റ്റൻസ്. ശരിയല്ലേ? ഇനി ഇവിടെ ആണെങ്കിലോ ഈ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് തിരിച്ച് ആ പോയിന്റിൽ വരെ വരും. ഈ പോയിന്റ് സ്റ്റാർട്ട് ചെയ്ത് തിരിച്ച് ആ പോയിന്റ് തന്നെ. അങ്ങനെയാണെങ്കിൽ ഇത് ഈ സർക്കിളിന്റെ എന്താണ്? സർക്കംഫറൻസ് ആണ്. ശരിയല്ലേ? അവൻ ടോട്ടൽ മൂവ് ചെയ്ത ട്രാവൽ ചെയ്ത പാത്ത് എന്ന് പറയുന്നത് അങ്ങനെ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു circumference of the circle അല്ലേ? circumference of the circle എങ്ങനെ കണ്ടുപിടിക്കാം? 2π ആണ്. 2 × π × r. നമ്മുടെ r എത്രയാണ് ഇവിടെ? 15 ആണ്. കണ്ടാ? 65. that is equal to 30 π മീറ്റർ. അതാണ് അതിന്റെ ആൻസർ. അപ്പൊ ഇവിടെ നമുക്ക് ഇതിന്റെ ഡിസ്റ്റൻസ് ഒരു വാല്യൂ കിട്ടി, ഇവിടെ നമുക്ക് വാല്യൂ കിട്ടി. ഇനി നമുക്ക് എന്താ കണ്ടെത്താം? ഈ രണ്ട് കണ്ടീഷനിലെയും എന്തുകൂടി കണ്ടെത്താം? ഡിസ്പ്ലേസ്മെന്റുകൾ കൂടി കണ്ടെത്തുള്ളൂ. അപ്പൊ ഡിസ്റ്റൻസ് കണ്ടെത്തി മനസ്സിലായല്ലോ. ഇനി നമുക്ക് എന്തോ കണ്ടെത്തി നോക്കാം? ഡിസ്പ്ലേസ്മെന്റ് കൂടി കണ്ടെത്തി നോക്കാം. നോക്കിയോ? അപ്പൊ എന്താണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ? പറഞ്ഞേ. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഓർ സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ two points. ഇനിഷ്യൽ ആൻഡ് ഫൈനൽ പോയിന്റ്. നോക്കിയാണ്, ഇവന്റെ ഇനിഷ്യൽ പോയിന്റ് എവിടാ? ഇവിടെ. ഇവന്റെ ഫൈനൽ പോയിന്റ് എവിടാ? ഇവിടെ. അങ്ങനെയാണെങ്കിൽ ഇവൻ ഡിസ്പ്ലേസ്മെന്റ് കണ്ടെത്താൻ പറഞ്ഞാൽ ഇതിന്റെ ഇടയിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് എന്ത് എടുക്കാനുള്ളത്? അതെന്ന് പറയുന്നത് ഈ ട്രയാങ്കിളിന്റെ എന്താണ്? ഹൈപ്പോട്ടന്യൂസ് അല്ലേ? നിങ്ങൾ പൈതഗോറസ് തിയറം പഠിച്ചിട്ടുണ്ടല്ലേ? അപ്പൊ നമുക്ക് ഇവിടുന്ന് ഡിസ്പ്ലേസ്മെന്റ് കണ്ടെത്തിയാൽ ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ initial and final points അല്ലേ? ഇനിഷ്യൽ ആൻഡ് ഫൈനൽ പോയിന്റ്സ് അല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പൈതഗോറസ് തിയറം പഠിച്ചിട്ടുണ്ടല്ലേ? എങ്ങനെയാണ് പൈതഗോറസ് തിയറം എന്ന് പറഞ്ഞേ? ഞാൻ മേലോട്ട് എഴുതാം. പൈതഗോറസ് തിയറം ഹൈപ്പോട്ടന്യൂസിന്റെ സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസിന്റെ സ്ക്വയർ. ബേസ് എന്ന് പറയുന്നത് എ ബി ആണ്. എ ബിയുടെ സ്ക്വയർ പ്ലസ് ബി സിയുടെ സ്ക്വയർ. ശരിയല്ലേ? അങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ എ സി എത്ര എഴുതാം? എ സി ഈസ് ഈക്വൽ ടു
റൂട്ട് ഓഫ് ഇവിടെ സ്ക്വയർ ആണ്, അപ്പുറത്തുണ്ടെന്ന് എന്താവും റൂട്ട് ആവും ബി സി സ്ക്വയർ പ്ലസ് സോറി എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ. ശരിയല്ലേ? അങ്ങനെയാണ് നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ ഇതാണ് ഇതിനിടയിലുള്ള ഡിസ്പ്ലേസ്മെന്റ്. എ സി എന്ന് പറയുന്നതല്ലേ എന്റെ ഡിസ്പ്ലേസ്മെന്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എ സി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് കണ്ടെത്തി നോക്കാം. റൂട്ട് ഓഫ് എ ബി എന്ന് പറയുന്നത് 10 സ്ക്വയർ പ്ലസ് 15 സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 100 പ്ലസ് 15 സ്ക്വയർ എത്രയാണ്? 15 × 15 225 അല്ലേ? റൂട്ട് ഓഫ് റൂട്ട് 325 അതായത് നമുക്ക് അവിടെ ഒരു വാല്യൂ കിട്ടും. എന്നാൽ ഇവിടേക്ക് നോക്കിയേ, ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഓർ സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനിഷ്യൽ ആൻഡ് ഫൈനൽ പോയിന്റ്സ്, അല്ലെങ്കിൽ രണ്ട് പോയിന്റ്സ്. ഇവിടെ സ്റ്റാർട്ടിംഗ് പൊസിഷനും എൻഡിങ് പൊസിഷനും സെയിം പോയിന്റ് ആണ്. ശരിയല്ലേ? ഇവൻ സ്റ്റാർട്ട് ചെയ്യുന്നതും എൻഡ് ചെയ്യുന്നതും ഒരേ പോയിന്റ് തന്നെ അല്ലേ? അങ്ങനെയാണെങ്കിൽ അവനിവിടെ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടോ? ഇതിനിടയിൽ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എത്രയാണ്? സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് എത്രയാണ്? അത് രണ്ടും എത്രയാണ്? 0 ആണ്. മനസ്സിലായോ? രണ്ടും എന്താണ്? 0 ആണ്. അതായത് ഡിസ്പ്ലേസ്മെന്റ് എത്രയാവാം? 0 ആകാം. എന്നാൽ പിന്നെ ഡിസ്റ്റൻസ് എന്താവൂല? 0 ആകത്തില്ല. 0 ആകത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോഡിക്ക് മൂവ്മെന്റ് ഉണ്ടായാൽ തീർച്ചയായും അതിന് എന്തുണ്ടാവും? ഡിസ്റ്റൻസ് ഉണ്ടാവും. എന്നാൽ മൂവ്മെന്റ് ഉണ്ടായെന്ന് വെച്ചാൽ എന്തുണ്ടാവണമെന്നില്ല, ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകുന്ന വെച്ചാൽ ഇല്ല. ഉദാഹരണത്തിന് പറഞ്ഞാൽ സർക്കുലർ മോഷൻ. മനസ്സിലായോ? അപ്പൊ എന്താണ് ഡിസ്പ്ലേസ്മെന്റ്? ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഓർ സ്ട്രെയിറ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ്. ആ 2 പോയിന്റ്സ് പറയുന്നത് ഒരെണ്ണം ഇനിഷ്യൽ പോയിന്റും ആണ്, ഒരെണ്ണം എന്തുവാണ്? ഫൈനൽ പോയിന്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഈ പ്രോബ്ലം ചെയ്തത് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു നമ്മൾ ടൈം വെച്ച് കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനെ കമ്പയർ ചെയ്യും. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ടൈം വെച്ച് കൂടി കമ്പയർ ചെയ്ത്